ഹലോ ഗെയ്സ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോനെ സമത്വ എലൈറ്റ് സീരീസ് 10,08,000 പ്രൈസ് പൂൾ വരുന്നതിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന കാർണിവൽ ഗെയിമിന്റെ ഡോമിനേഷൻ ആയിരുന്നു നമ്മൾ ഡേ 1 മുതലേ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേയിലെ ഫസ്റ്റ് മാച്ചിലും 12 പോയിന്റ് ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് മാച്ചിൽ ഒരു അടിപൊളി ചിക്കൻ ഡിന്നർ ടീമിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. തുടക്കത്തിലെ ഫൈറ്റുകളിൽ രണ്ട് പ്ലേയേഴ്സിന് നഷ്ടമായെങ്കിലും സൈറക്സും നിയോവും കൂടിയും അടിപൊളിയായിട്ട് ടീമിന് ഫിനിഷസുകൾ സ്വന്തമായി കൊടുക്കുകയും നിയോ ലാസ്റ്റിലേക്ക് ആ ഒരു സോളോ ചിക്കൻ ഡിന്നർ ടീമിന് വേണ്ടി ഒരു സ്വന്തമാക്കി. അങ്ങനെ 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ മാച്ച് 2 കാർണിവൽ ഗെയിമിംഗ് സ്വന്തമാക്കി. സൈറക്സ് 5 ഫിനിഷസ് ടീമിന് വേണ്ടിയിട്ട് സ്വന്തം ആൻഡ് മാച്ച് 3 15 പോയിന്റും സ്വന്തമാക്കി. അങ്ങനെ ഫസ്റ്റ് 3 മാച്ചുകളിൽ 50 പോയിന്റ് ആണ് ലാസ്റ്റ് ഡേയിലെ ടീം സ്വന്തമാക്കിയത്. പിന്നീടുള്ള 3 മാച്ചുകളിൽ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ലായിരുന്നു. വെറും 1 പോയിന്റ് മാത്രമേ ലാസ്റ്റ് 3 മാച്ചുകളിലും ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. പക്ഷേ ഡേ 1ലും ഡേ 2ലും ടീം നല്ലൊരു ലീഡ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ടീമിനെ അത് ബാധിക്കുന്ന തരത്തിലേ അല്ലായിരുന്നു. ഡേ 1 മുതൽ ഡോമിനേറ്റിംഗ് പെർഫോമൻസും ആ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസോട് കൂടിയിട്ട് സമത്വ എലൈറ്റ് സീരീസിന്റെ ചാമ്പ്യന്മാര് കാർണിവൽ ഗെയിമിംഗ് ആയിരിക്കുകയാണ്. 3 ചിക്കൻ ഡിന്നറും 143 ഫിനിഷ് പോയിന്റ് അടക്കം 227 പോയിന്റുമായിട്ടാണ് കാർണിവൽ ഗെയിമിംഗ് ചാമ്പ്യന്മാരായുള്ള ഫസ്റ്റുള്ള ടീമായിട്ട് ഏകദേശം 60 പോയിന്റിന്റെ ഡിഫറൻസ് ആണ് കാർണിവൽ ഗെയിമിംഗ് ഉണ്ടാക്കിയത്. അത്രത്തോളം വേറെ ലെവൽ ഡോമിനേഷൻ ആണ് കാർണിവൽ ഗെയിമിങ്ങിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എക്സ്പെഷ്യലി നമ്മളെ സൈറക്സിന്റെ പെർഫോമൻസ്, സൈറക്സ് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഫൈനൽസിലും കളിച്ചിട്ടുണ്ടായിരുന്നു. സൈറക്സ് ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ടീമാണ് കാർണിവൽ ഗെയിമിംഗ്. ആ ഒരു ലെവലിൽ തന്നെ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സൈറക്സ് ഇതിനു മുന്നും വേറെ T1 ടീമുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടീമിനും സൈറക്സിനും ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ അത് സൈറക്സ് ജോയിൻ ചെയ്ത ഫസ്റ്റ് ടൂർണമെന്റിൽ തന്നെ ടീമിന് ആ ഒരു കപ്പ് അടിക്കാനായിട്ട് സാധിക്കുന്നു. ഒപ്പം സൈറക്സിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വരുന്ന ദിവസങ്ങളിലും ഈ ഒരു ടീമിന്റെ ഭാഗത്തുനിന്നും സൈറക്സിന്റെ ഭാഗത്തുനിന്നും ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് സെക്കൻഡ് എത്തിയത് അടുത്തൊരു പുതിയ ലൈനപ്പ് VXTയുടെ ഭാഗത്തു നിന്ന് ആ ഒരു സെക്കൻഡ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 167 പോയിന്റാണ് അവർ സ്വന്തമാക്കിയുള്ളത്. 2 ലക്ഷം രൂപയാണ് അവരും സ്വന്തമാക്കിയത്. നമ്മളെ എസ്പവർ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ടീമാണ് സോമരാജിന്റെ കൂടെ. അവരെ ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയ തേർഡ് ഗോഡ്സ് റെയിൻ ആണ് എത്തിയത്. 131 പോയിന്റായിട്ട് 1.5 ലക്ഷം രൂപ അവരും സ്വന്തമാക്കി. സോള് 5ാം സ്ഥാനത്ത് എത്തി 122 പോയിന്റായിട്ട്. ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർണിവൽ ഗെയിമിങ്ങിന്റെ IGL ഹെക്ടർ ആണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന 51 ഫിനിഷസുമായിട്ട് MVP ആയിരിക്കുകയാണ്. സെക്കൻഡ് തൊട്ട് പിന്നാലെ എസ്പവർ വിട്ടുകൊടുക്കാതെ ആ ഒരു സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നതിന് 47 ഫിനിഷസുമായിട്ട്. തേർഡ് കാർണിവൽ ഗെയിമിങ്ങിന്റെ നിയോ നിൽക്കുന്നതിന് 31 ഫിനിഷസുമായിട്ട്. അങ്ങനെ ഈ ഒരു തേർഡ് പാർട്ടി ഇവന്റും അവസാനിച്ചിരിക്കുകയാണ്. ആൻഡ് ഇനി ഇന്നലെ നടന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നവന്റെ സെമി ഫൈനൽസിന്റെ ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ വസിഷ്ഠ 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയ. മാച്ച് 2 ഗുജറാത്ത് ടൈഗേഴ്സ് 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. നമ്മുടെ മിത്ത് ഒഫീഷ്യൽസ് മല്ലൂർഗയുള്ള മിത്ത് ഒഫീഷ്യൽസ് അവർ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി നല്ല ഫിനിഷസുകൾ സ്വന്തമാക്കി. ഒപ്പം ലാസ്റ്റ് ഒരു ഹീൽ ബാറ്റിൽ സ്വന്തമായിക്കൊണ്ട് 14 പോയിന്റ് ടീം സ്വന്തമാക്കി. മാച്ച് 3 റെഡ് എക്സ് 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. മിത്ത് ഒഫീഷ്യൽസ് അവിടെയും 9 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 4 സാൻഹോക്കിൽ നമുക്ക് വൈറ്റ് ഫാങ്സിന് ആ ഒരു ചിക്കൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ വിൻഗോഡ് ആ ഒരു ചിക്കൻ അവിടെ നിന്നും തട്ടിയെടുക്കുകയാണ് ചെയ്തത്. 11 ഫിനിഷസോട് കൂടിയിട്ട് 21 പോയിന്റ് ടീം സ്വന്തമാക്കി. നമ്മളെ കാർണിവൽ ഗെയിമിംഗ് 6 പോയിന്റും ജെൻ XFM 5 പോയിന്റ് സ്വന്തമാക്കി. ആൻഡ് മാച്ച് 5 റെക്കനിങ്ങിന്റെ ആ ഒരു കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് റെക്കനിങ് സ്വന്തമാക്കിയത്. ആൻഡ് മാച്ച് 6ലും ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് റെക്കനിങ് സ്വന്തമാക്കിയത്. കാർണിവൽ ഗെയിമിംഗ് 8 പോയിന്റും സ്വന്തമാക്കി. അങ്ങനെ ഡേ 3 അവസാനിച്ചപ്പോഴും ടീം VST വേഴ്സിറ്റൈൽ തന്നെയാണ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന. ഇന്നലെ വെറും 12 പോയിന്റ് ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. എന്നാലും 86 പോയിന്റുമായിട്ട് ആ ഒരു ആഷ് 1ൽ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് റെക്കനിങ് നിൽക്കുകയാണ്. ഇന്നലത്തെ ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കണിന്റെ പെർഫോമൻസോട് കൂടിയിട്ട് 9ാം സ്ഥാനത്തു നിന്നും 2ാം സ്ഥാനത്തേക്ക് ടീം എത്തിയിരിക്കുകയാണ് 85 പോയിന്റുമായിട്ട്. തേർഡ് ഗുജറാത്ത് ടൈഗേഴ്സ് നിൽക്കുന്നത് 77 പോയിന്റുമായിട്ട്. ഗോളിലേക്ക് 2ാം സ്ഥാനത്തു നിന്നും 4ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 75 പോയിന്റുമായിട്ട്. 8ാം സ്ഥാനത്ത് നമ്മളെ കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 66 പോയിന്റുമായിട്ട്.
4ാം സ്ഥാനത്തുണ്ടായിരുന്ന സോൾ ഇപ്പോൾ 13ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ വെറും 4 പോയിന്റ് മാത്രമേ ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ 56 പോയിന്റായിട്ട് 13ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ ഈവിള് കളിക്കുന്ന ജെൻ എക്സ് എഫ് എം 24ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് 35 പോയിന്റുമായിട്ട്. ആൻഡ് മിത്ത് ഒഫീഷ്യൽസ് 25ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് 35 പോയിന്റായിട്ട്. നല്ലൊരു കംബാക്ക് ടീമിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇനിയും അടിപൊളിയായിട്ട് ടീം കളിക്കേണ്ടതുണ്ട്. അങ്ങനെ സെമി ഫൈനൽസിന്റെ 3 ദിവസമാണ് അവസാനിച്ചത്. ഇനിയും 9 ദിവസത്തോളം മത്സരങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അതും ഇനി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളായിരിക്കും മത്സരങ്ങൾ. ഇനി വരുന്ന 4 ദിവസങ്ങളിൽ മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളെ കമന്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് വരെ ബൈ ഗൈസ്.